സർവീസ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. രാജ്യത്തെ നടുക്കി വൻ വിമാന ദുരന്തം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ യാത്രാ വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ മരിച്ചതായി സ്ഥിരീകരണം. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും. അപകടത്തിൽപ്പെട്ടത് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം. അന്വേഷണം പ്രഖ്യാപിച്ച് വ്യോമയാന മന്ത്രാലയം. അപകടത്തിൽപ്പെട്ടത് എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം. വിമാനം തകർന്നത് ഉച്ചയ്ക്ക് 1:38. ടേക്ക് ഓഫ് കഴിഞ്ഞ് 5 മിനിറ്റിനകം അപകടം. യാത്രക്കാരിൽ 169 ഇന്ത്യക്കാർ, 53 പേർ ബ്രിട്ടീഷ് പൗരന്മാർ. വിമാനം ഇടിച്ചിറങ്ങിയത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക്. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. നടുക്കം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. അനുശോചിച്ച് ലോകരാജ്യങ്ങൾ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മലയാളി നഴ്സും മരിച്ചു. മരിച്ചത് പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ഗോപകുമാർ. ദുരന്തം ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കിടെ. മരിച്ചവരുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ടാറ്റ ഗ്രൂപ്പ്. കൊച്ചി കണ്ണൂർ പുറംകടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലുകളിലെ ജീവനക്കാരുടെ മൊഴിയെടുത്തു തുടങ്ങിയെന്ന് കോസ്റ്റൽ AIG. വാൻഹായ് കപ്പലിനെതിരെ കേസെടുക്കാനുള്ള സാധ്യത പരിശോധിക്കും. MSC എൽസ കപ്പൽ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നുവെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി. വിഴിഞ്ഞത്തെത്തിയ MSC മാൻസ എന്ന കപ്പലിനെ തടഞ്ഞുവെക്കാൻ കോടതി നിർദ്ദേശം. കാസർകോട് ചിറമ്മൽ കടപ്പുറത്ത് വർഷങ്ങൾക്ക് മുൻപ് വീട് തകർന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിൽ. ഇപ്പോഴും കഴിയുന്നത് വാടക വീടുകളിൽ. കടക്ഷോഭത്തിൽ വീടും സ്ഥലവും നഷ്ടമായവർക്ക് അധികൃതർ നൽകിയ ഉറപ്പുകൾ നടപ്പായില്ല. അമൃത ന്യൂസ് അന്വേഷണ പരമ്പര തുടങ്ങുന്നു. കണ്ണീർ കടലോരം. രാജ്യത്തെ നടുക്കി വിമാന ദുരന്തം. ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ബോയിംഗ് 787 വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ മരിച്ചു. വിമാനം ഇടിച്ചിറങ്ങിയ BM മെഡിക്കൽ കോളേജിലെ 5 വിദ്യാർത്ഥികളും മരിച്ചു. അപകടത്തെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയം അന്വേഷണം തുടങ്ങി. ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനമാണ് ജനവാസ മേഖലയിൽ തകർന്നു വീണത്. ഉച്ചയ്ക്ക് 1:38 ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകം വിമാനം തകരാറിലായി ഇടിച്ചിറങ്ങി കത്തുകയായിരുന്നു. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 169 പേർ ഇന്ത്യക്കാരും മറ്റുള്ളവർ വിദേശ പൗരന്മാരുമാണ്. തകർന്നു വീണ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോൾ ടവറിലേക്ക് മെയ്ഡേ സന്ദേശം ലഭിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു. വിമാനം തകരുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അടിയന്തര സാഹചര്യങ്ങളിൽ പൈലറ്റുമാർ നൽകുന്നതാണ് മെയ്ഡേ സന്ദേശം. എന്നാൽ വിമാനത്തിലേക്ക് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് തിരികെ ബന്ധപ്പെടാനായില്ല എന്ന് സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നിട്ടുണ്ടാകാമെന്നാണ് അനുമാനം. അപകട കാരണം കണ്ടെത്താൻ DGCA അന്വേഷണം തുടങ്ങി. വിമാന ദുരന്തത്തിന് പിന്നാലെ അഹമ്മദാബാദ് വിമാനത്താവളം അടച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ ഒരു മലയാളിയും പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാറാണ് മരിച്ച മലയാളി. ജില്ലാ കളക്ടർ ഔദ്യോഗികമായി രഞ്ജിതയുടെ മരണവിവരം കുടുംബത്തെ അറിയിച്ചു. കൊച്ചിയിൽ നിന്നാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് പോയത്. അവിടെ നിന്നും UK-യിലേക്ക് പോവുകയായിരുന്നു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നഴ്സായിരുന്ന രഞ്ജിതയ്ക്ക് UK-യിൽ മികച്ച ജോലി കിട്ടിയതിനാൽ അവിടേക്ക് പോവുകയായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുമാണ് രഞ്ജിതയ്ക്കുള്ളത്. രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, എൻ്റെ മോടെ ബാച്ചിൽ പഠിച്ച കുട്ടിയാണ്, പഠിക്കാൻ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു. പിന്നെ ഈ കുടുംബവുമായിട്ട് വളരെ അടുപ്പവുമുണ്ട്, ആൺമക്കളാണെങ്കിലും എല്ലാം. അപ്പോൾ ഇത് കുടുംബം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നാട്ടുകാർക്ക് അപ്പോൾ ആ കുടുംബം എങ്ങനെ ഉൾക്കൊള്ളും എന്ന് ഒരു പിടിയുമില്ല. എന്താ ചെയ്യേണ്ടതെന്നും ഒന്നും അറിയത്തില്ല. രാജ്യത്തെ വേദനയിലാഴ്ത്തിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഒരാളെ ജീവനോടെ കണ്ടെത്തിയെന്ന് റിപ്പോർട്ട്. 11A സീറ്റിൽ യാത്ര ചെയ്തിരുന്ന ആളെയാണ് ജീവനോടെ കണ്ടെത്തിയതെന്നും പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണെന്നും അഹമ്മദാബാദ് പോലീസ് ദേശീയ വാർത്താ ഏജൻസിയായ ANAയോട് പ്രതികരിച്ചു. രമേശ് വിശ്വാസ് കുമാർ എന്ന യുവാവാണ് 11A സീറ്റിൽ യാത്ര ചെയ്തിരുന്നതെന്നും റിപ്പോർട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ 242 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ
ആരെയും ജീവനോടെ രക്ഷിക്കാനായില്ലെന്നാണ് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നത്. 204 പേരുടെ മൃതദേഹങ്ങളാണ് അപകട മേഖലയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്തെ രണ്ടാമത്തെ വലിയ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിലുണ്ടായത്. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരുടെ ജീവൻ കവർന്ന ദുരന്തത്തിന്റെ കാരണം തേടുകയാണ് അന്വേഷണ സംഘം. ഇതിനു മുൻപ് രാജ്യത്തെ നടുക്കിയ പ്രധാന വിമാന ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം കത്തിയമർന്നപ്പോൾ നഷ്ടപ്പെട്ടത് നിരവധി ജീവനുകളാണ്. വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾക്കൊപ്പം വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കും ജീവൻ നഷ്ടമായി. രാജ്യത്തുണ്ടായ രണ്ടാമത്തെ വലിയ അപകടമായാണ് അഹമ്മദാബാദ് അപകടത്തെ കണക്കാക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ വിമാന അപകടമുണ്ടായത് 1996 നവംബർ 12-നാണ്. ഹരിയാനയിലെ ചർക്കി ദദ്രി ജില്ലയിൽ സൗദി വിമാനവും കസാക്കിസ്ഥാൻ വിമാനവും കൂട്ടിയിടിച്ചു. 2 വിമാനങ്ങളിലുമായി ഉണ്ടായിരുന്ന 349 പേരും മരിച്ചു. ചരിത്രത്തിൽ ഇന്നുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ ആകാശ കൂട്ടിയിടിയാണിത്. വ്യോമയാന ചരിത്രത്തിലെ 3ാമത്തെ മാരകമായ വിമാനാപകടം. പൈലറ്റിന്റെ വീഴ്ചയായിരുന്നു ആ അപകടത്തിന് കാരണം. 1978 ജനുവരി 1-നുണ്ടായ എംബറർ അശോക വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത് 213 പേരാണ്. രാജ്യത്തെ 3ാമത്തെ വലിയ വിമാനാപകടം. മുംബൈ ദുബായ് വിമാനം കരയിൽ നിന്ന് 2 മൈൽ അകലെയും പറന്നുയർന്ന് വെറും 4 മിനിറ്റിനുള്ളിലും തകർന്നു വീഴുകയായിരുന്നു. പൈലറ്റിന്റെ പിഴവും യന്ത്രത്തകരാറും അപകടത്തിന് കാരണമായി. 88-ൽ അഹമ്മദാബാദിൽ ഇന്ത്യൻ എയർലൈൻസ് അപകടത്തിൽ മരിച്ചത് 133 പേർ. 158 പേരുടെ ജീവനെടുത്ത അപകടമാണ് 2010-ൽ മംഗലാപുരത്തുണ്ടായത്. കർണാടകയിലെ മംഗലാപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. പൈലറ്റിന്റെ അമിത ആത്മവിശ്വാസം അപകട കാരണമായി. 1988-ൽ അഹമ്മദാബാദിൽ നടന്ന ഇന്ത്യൻ എയർലൈൻസ് അപകടത്തിൽ മരിച്ചത് 133 പേർ. 1976 ഒക്ടോബർ 12-ന് ബോംബെയിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 171 തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 95 പേരും മരിച്ചു. 1990 ഫെബ്രുവരി 14-ന് ബംഗളൂരുവിൽ ഇന്ത്യൻ എയർലൈൻസിന്റെ IC-605 വിമാനം തകർന്നു വീണ് 92 പേരാണ് മരിച്ചത്. പൈലറ്റിന്റെ പിഴവും സാങ്കേതിക ആശയക്കുഴപ്പവും അപകടത്തിന് കാരണമായി. 2000 ജൂൺ 17-ന് പാറ്റ്നയിൽ അലയൻസ് എയർ വിമാനം തകർന്നു വീണ് 60 പേർ മരിച്ചു. കൊൽക്കത്തയിൽ നിന്ന് പറ്റ്ന ലക്നൌ വഴി ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു വിമാനം. 1993 ഏപ്രിൽ 26-ന് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ ഇന്ത്യൻ എയർലൈൻസിന്റെ IC-49 വിമാനം തകർന്നു വീണ് 55 പേരാണ് മരിച്ചത്. പൈലറ്റിന്റെ പിഴവും ഗതാഗതം നിയന്ത്രിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ പരാജയവും ദുരന്തത്തിന് കാരണമായി. 5 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ വിമാനാപകടമുണ്ടായത്. 2020-ൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായ് കോഴിക്കോട് വന്ദേ ഭാരത് വിമാനം തകർന്നു വീണ് പൈലറ്റ് ഉൾപ്പെടെ 20 പേർ മരിച്ചു. ടേബിൾ ടോപ്പ് റൺവേയാണ് അപകടത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ. റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം 110 അടി താഴ്ചയിലേക്ക് വീണു. ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗങ്ങളിലൊന്നായാണ് വിമാനയാത്രയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനാപകടമുണ്ടാക്കുന്ന ആശങ്കകളും ചെറുതല്ല. ന്യൂസ് ഡെസ്ക് അമൃത TV. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കൊച്ചി കടൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ MSC എൽസ 3 എന്ന ചരക്കു കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കപ്പലിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തു തുടങ്ങിയെന്ന് കോസ്റ്റൽ AIG പദം സിംഗ്. കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. അതേസമയം MSC കമ്പനിയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. MSC എൽസ 3 കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കോസ്റ്റ് ഗാർഡ് പോലീസ് കേസെടുത്തതിനു പിന്നാലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗും കേസെടുത്തേക്കുമെന്ന് സൂചന. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കോടതിയെ സമീപിക്കാനാണ് ആലോചന. മെർച്ചന്റ് ഷിപ്പിംഗ് നിയമപ്രകാരമായിരിക്കും കേസെടുക്കുക. കോസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ കപ്പലിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നത് പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്ന് കോസ്റ്റൽ AIG പദം സിംഗ് പറഞ്ഞു. എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അണ്ടർ ഗോയിങ്. there are 24 people. അങ്ങനെ ഒരു ദിവസം മതിയല്ലേ, കുറേ സമയം എടുക്കും. അതിൻ്റെ ബേസിലില്ലാതെ ഈ നമ്മുടെ ഇൻക്വയറിൻ്റെ വേണ്ടി അതും ആവശ്യമാണ്. CP-യിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, നെഗ്ലിജൻസ് എന്തൊക്കെ ആയിരിക്കും, അത് ആ ഇൻക്വയറി നമുക്ക് ആവശ്യമാണ്. ക്യാപ്റ്റനെ അടക്കം വൈകാതെ ചോദ്യം ചെയ്യും. കപ്പലിൽ നിന്ന് 600 കോടി രൂപയുടെ കശുവണ്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കശുവണ്ടി ഇമ്പോർട്ടേഴ്സ് നൽകിയ ഹർജിയിലാണ് MSCയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. വിഴിഞ്ഞം തുറമുഖത്തെ അധികൃതർക്കാണ് കപ്പൽ പിടിച്ചുവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാൻഹായ് കപ്പലിന് തീപിടിച്ച സംഭവത്തിലും കേസെടുക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാനൊരുങ്ങുകയാണ് കോസ്റ്റൽ പോലീസ്. ഈ കപ്പലിൽ നിന്ന് പരിക്കേറ്റവരുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കപ്പൽ അപകടത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കർശന നിർദ്ദേശം നൽകി കപ്പൽ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നുവെന്ന് കോടതി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടനടി നിയമ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് കോടതിയുടെ വിമർശനം. തുടർന്ന് MSC എൽസ കമ്പനിയുടെ മറ്റൊരു കപ്പൽ
MSC മാനസ എഫ് തടഞ്ഞുവെക്കുവാൻ വിഴിഞ്ഞം തുറമുഖ അധികൃതർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. 6 കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ കപ്പൽ വിട്ടു നൽകൂ. 6 കോടി രൂപയ്ക്കുള്ള കശുവണ്ടി കപ്പൽ മുങ്ങിയപ്പോൾ നഷ്ടമായെന്ന് ചൂണ്ടിക്കാട്ടി കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കപ്പൽ അപകടം നടന്നാൽ ഉടൻ തന്നെ കപ്പൽ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ എന്ന് കോടതി സർക്കാരുകളോട് ചോദിച്ചു. TN പ്രതാപൻ നൽകിയ ഹർജിയിൽ തീപിടിച്ച രണ്ടാമത്തെ കപ്പലിന്റെ ഉടമസ്ഥരെ കൂടി കക്ഷി ചേർക്കും. പരിസ്ഥിതിക്കും മത്സ്യത്തൊഴിലാളികൾക്കും സംസ്ഥാനത്തിനും ഉണ്ടായ നഷ്ടം തിട്ടപ്പെടുത്തി നഷ്ടപരിഹാരം വാങ്ങണമെന്ന് കോടതി പറഞ്ഞു. കപ്പലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതും കണ്ടെയ്നറുകൾ കരയ്ക്കെത്തുന്നതുമെല്ലാം സർക്കാർ ചെലവിലല്ല വേണ്ടത്, കപ്പൽ കമ്പനിയുടെ ചെലവിൽ വേണമെന്നും ഹൈക്കോടതി പറഞ്ഞു. വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നഷ്ടം തിട്ടപ്പെടുത്തി റിപ്പോർട്ട് നൽകണം. അമൃത ന്യൂസ്, കൊച്ചി. കപ്പൽ അപകടം സംബന്ധിച്ച് കൂടുതൽ രേഖകൾ സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ. ഇത് സംബന്ധിച്ച് താൻ AGയോട് വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു. രേഖകൾ സമർപ്പിക്കുന്നതിൽ യാതൊരു തടസ്സങ്ങളുമില്ല. കേന്ദ്രമാണ് വിഷയത്തിൽ ആദ്യം ഇടപെടേണ്ടിയിരുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അന്തർദേശീയ കപ്പൽ ചാനലിൽ വരുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് നടപടിയെടുക്കേണ്ടത്. കേരളത്തിന്റെ നടപടിക്രമങ്ങളുമായി സംസ്ഥാനം മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. ഉത്തരവ് വന്നിട്ടുണ്ട് ആ കപ്പൽ വിട്ടു പോകരുതെന്നുള്ളത്. അതില്ല, ഹൈക്കോടതി ഉത്തരവിട്ടില്ല, നിർദ്ദേശം നൽകി. ഉത്തരവ് ഒന്നും ആയില്ല. ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ നിർദ്ദേശം നൽകി. അത് സംബന്ധിച്ച് കൂടുതൽ രേഖകൾ സമർപ്പിക്കാൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത മാത്രമേ വന്നിട്ടുള്ളൂ. കോൺഗ്രസ് നേതാവ് ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചകളുടെ വിശദാംശങ്ങൾ തരൂർ മോദിയെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. തരൂർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടന്നത്. G7 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി പോകുന്ന സാഹചര്യത്തിലായിരുന്നു പ്രത്യേക കൂടിക്കാഴ്ച. നിലമ്പൂർ വിധിയെഴുതാൻ ഇനി 7 നാൾ. ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി കൊമ്പ് കോർത്ത് നേതാക്കൾ. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി നിലപാട് വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മലപ്പുറം ജില്ലയെ അപകീർത്തിപ്പെടുത്തിയതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജമാഅത്തെ ഇസ്ലാമിയെയും മദനിയെയും കൂട്ടുപിടിക്കുന്നത് ഒരുപോലെ അപകടമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നാളെ പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രിയും മണ്ഡലത്തിലെത്തുന്നതോടെ പ്രചരണം കൂടുതൽ ശക്തമാകും. UDFന് വെൽഫെയർ പാർട്ടി നൽകിയ പിന്തുണയിൽ ചുറ്റിത്തിരിയുകയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇപ്പോഴില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഭിപ്രായത്തിൽ മണ്ഡലത്തിലെത്തുന്ന പ്രിയങ്ക ഗാന്ധി MP നിലപാട് വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധി ഇവിടെ കോൺഗ്രസുകാർ ഇപ്പോഴും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യത്തെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് കാണുന്നത് എന്ന് പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് പറയണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നാളെ വരും എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസ് നേതാക്കളോടും ഇന്നത്തെ പരിധത്തിൽ ചോദിക്കാനുള്ളത്. എന്നാൽ മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ മലപ്പുറം പരാമർശം ഉയർത്തിക്കാട്ടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വീണ്ടും രംഗത്തെത്തി. 150 കിലോ സ്വർണവും 133 കോടി രൂപയും കണ്ടെടുത്തു. അത് മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവന അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു അവസരമാണ് നാളെ അത് ക്ലിയർ ചെയ്യാൻ. അദ്ദേഹം അതിൽ മാപ്പ് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നാളെ അദ്ദേഹത്തിന് കിട്ടുന്നത്. വർഗീയ പ്രസ്ഥാനങ്ങളോട് ഇരുമുന്നണികളും കാണിക്കുന്ന പ്രീണന നയം അപകടകരമാണെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇങ്ങനത്തെ രാഷ്ട്രീയം നിലമ്പൂരിനും ജനങ്ങൾക്കും കേരളം മൊത്തം ജനങ്ങൾക്ക് ഒരു അപകടമായ രാഷ്ട്രീയമാണ്. ഇവർ വികസനം വിട്ട് ഈ പ്രീണ രാഷ്ട്രീയം ജമാഅത്തെ ഇസ്ലാമി മദനിയും ഇങ്ങനത്തെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സും ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ തോട്ടിനെ മെയിൻ സ്ട്രീം ചെയ്യുമ്പോൾ ഇത് വളരെ ഒരു അപകടമായ ഒരു കാര്യമാണ്. നാളെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തുന്നതോടെ വിഷയം കൂടുതൽ ആളിക്കത്തും. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. സംഘടനയുടെ മുന്നോട്ടു പോക്കിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ തങ്ങൾ നൽകിയെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാറില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PDP പിന്തുണ LDFനും ജമാഅത്തെ ഇസ്ലാമി പിന്തുണ UDFനുമെന്ന് വ്യക്തമായതോടെ ഇരു മുന്നണികളും മറ്റു മുസ്ലിം സംഘടനകളുടെ വോട്ടുകളിലേക്ക് തന്നെയാണ് കണ്ണെറിയുന്നത്. സ്കൂൾ സമയമാറ്റം മതപഠനത്തിന് തടസ്സമാകുമെന്ന് കാണിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സമസ്ത അധ്യക്ഷനെ കാണാനെത്തിയത്. സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുടെ നിർദ്ദേശം പരിഗണിക്കണമെന്ന് സണ്ണി ജോസഫ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. ഗവൺമെന്റ് വേണ്ടത്ര ആലോചനയില്ലാതെയാണ് ആ കാര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ഗവൺമെന്റ് സംസാരിക്കേണ്ടതാണ്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി പിന്തുണയുമായി ബന്ധപ്പെട്ട് VD സതീശനെ വിമർശിച്ച സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാട് വ്യക്തിപരമാണെന്നായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള നിലപാട് സമസ്ത നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണെന്ന് പറഞ്ഞ തങ്ങൾ ആ നിലപാട് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും കാണിച്ചു. അല്ല, അതിപ്പോൾ ഞാനതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. അത് അവരവർക്ക് ജയിക്കാനുള്ള നിലക്കുള്ള ആളുകളൊക്കെ എല്ലാവരും കൂട്ടുമല്ലോ. അത് അവരോടാണ് ചോദിക്കേണ്ടത്, എന്നോടൊപ്പം ചോദിക്കുന്നത്. സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് സമസ്തയുടെ ആവശ്യങ്ങൾ നേരത്തെയും സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ടെന്നായിരുന്നു തങ്ങളുടെ പ്രതികരണം. സണ്ണി ജോസഫ് അധ്യക്ഷനായ ശേഷം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ വന്നതിനാൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയിൽ നിലമ്പൂർ ചർച്ചയായില്ല. തെരഞ്ഞെടുപ്പിൽ സമസ്ത ആരെയും പിന്തുണയ്ക്കാറില്ല. അംഗങ്ങൾ വ്യക്തിപരമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞ സമസ്ത അധ്യക്ഷൻ നിലമ്പൂരിൽ 2 ശക്തമായ മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആശാവർക്കർമാരും സജീവമായി. ആശാസമരത്തോടുള്ള സർക്കാർ സമീപനത്തിനെതിരെ വിധിയെഴുതുക എന്നാവശ്യപ്പെട്ടതാണ് ആശാപ്രവർത്തകർ വോട്ടർമാർക്കിടയിൽ പ്രചരണം നടത്തുന്നത്. അപമാനിക്കുന്നതിനെതിരെ നിങ്ങൾ വോട്ട് ചെയ്യണം. ആർക്ക് ചെയ്യണമെന്നുള്ള നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ സർക്കാരിന്റെ അപമാനത്തിനെതിരെ വോട്ട് ചെയ്യണം. ജീവിക്കാനുള്ള മിനിമം കൂലിയും വിരമിക്കലാനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് 4 മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തെ അപമാനിക്കാനും തകർക്കാനും ശ്രമിച്ച സർക്കാർ സമീപനത്തിനെതിരെ വോട്ടർമാർ വിധി എഴുതണമെന്നാണ് ആശാവർക്കർമാരുടെ ആവശ്യം. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നിലമ്പൂരിൽ പ്രചരണം നടത്തുന്നത്. ലഘുലേഖകൾ തയ്യാറാക്കി വീടുകളിലും കടകളിലും എത്തി വോട്ടർമാരോട് തങ്ങളുടെ നിലപാട് വിശദീകരിക്കുകയാണ് ആശാ പ്രവർത്തകർ. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് കേരളമാണ്, കേരളത്തിലെ എല്ലാ അവകാശങ്ങളും ഈ ഗവൺമെന്റും സമരത്തിലൂടെ ഞങ്ങളെ പരിഗണിക്കണം. തൊഴിലാളി സമരങ്ങളെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുന്നില്ലെന്നും ആശാവർക്കർമാരെ അപമാനിച്ചവർക്കെതിരെ വിധി എഴുതണമെന്നുമാണ് വോട്ടർമാരോട് പറയുന്നതെന്നും നേതാക്കൾ പറയുന്നു. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയുന്നുമില്ല. കഴിഞ്ഞ 12 വർഷമായി രജിസ്റ്റേർഡായി പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണിത്. ഞങ്ങൾ ഒരിക്കൽ പോലും നിരവധി തെരഞ്ഞെടുപ്പുകളിനിടെ വന്നു പോയിട്ടുണ്ട്. പാർലമെന്റിലും അസംബ്ലിയിലും പഞ്ചായത്തിലും ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. എന്നാൽ ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം. അമൃത ന്യൂസ്, മലപ്പുറം. തീരദേശ മേഖലയിലെ ജീവിതം ദുരിതത്തിലാണ്. അമൃത ന്യൂസ് അന്വേഷണ പരമ്പര തുടങ്ങുന്നു. കണ്ണീർ കടലോരം. കാസർഗോഡ് ചിറമ്മൽ കടപ്പുറത്ത് വർഷങ്ങൾക്ക് മുൻപ് വീട് തകർന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കഴിയുന്നത് വാടക വീടുകളിൽ. കടൽക്ഷോഭത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അധികൃതർ നൽകിയ ഉറപ്പുകൾ ഇനിയും നടപ്പായില്ല. തിരമാലകളടിച്ച് വർഷങ്ങൾക്ക് മുൻപ് തകർന്നുപോയ വീടുകളുടെ ചുമർഭാഗങ്ങളുടെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ചിറമൽ കടപ്പുറത്തുകൂടി നടന്നു നീങ്ങുമ്പോൾ കടലാക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന നിരവധി കാഴ്ചകൾ കാണാം. ചിതറിത്തെറിച്ച് നിൽക്കുന്ന കരിങ്കല്ലുകൾക്ക് മുകളിലൂടെ പ്രദേശത്തെ പല വീടുകളിലേക്കും കടൽ വെള്ളം അടിച്ചു കയറുന്നത് പതിവാണ്. ദുരിതം സഹിക്കാൻ കഴിയാതെ വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെക്കുവാൻ സ്ഥലവും ധനസഹായവും നൽകുമെന്ന അധികൃത ഉറപ്പുകൾ ഇനിയും നടപ്പാക്കിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 3 സെന്റ് സ്ഥലം ലഭിച്ച പല കുടുംബങ്ങളും വീട് വെക്കാനുള്ള ഫണ്ട് ലഭിക്കാത്തതിനാൽ വാടക വീടുകളിൽ സ്വന്തം ചിലവിൽ കഴിയുകയാണ്. 3 സെന്റ് സ്ഥലം പോലും ലഭിക്കാത്ത കുടുംബങ്ങളും ചിറമൽ കടപ്പുറത്തുണ്ട്. ഈ വീടും ഇവിടം വരെ ഉണ്ടായിരുന്നു, ഞാൻ നിന്ന സ്ഥലം വരെ ഉണ്ടായിരുന്നു. കടലെടുത്തിട്ട്
ഭാഗ്യം എല്ലാം എല്ലാവരും പോകേണ്ട അവസ്ഥ വന്നു. അവിടെ പോകും. അവിടെ ഓരോ ചില സാഹചര്യങ്ങളിൽ വാടകയ്ക്ക് താമസിക്കേണ്ട അവസ്ഥ വരും. എന്നിട്ടും വാടക നമ്മൾ കൊടുക്കാം, സർക്കാർ അവർ കൊടുക്കാം, പഞ്ചായത്ത് കൊടുക്കാം, ഒന്നും ഇതുവരെ നിലവിൽ വന്നില്ല. വാടകയ്ക്ക് കഴിയുന്ന മത്സ്യത്തൊഴിലാളിയായ പുരുഷോത്തമൻ ജീവിത ദുരിതത്തെക്കുറിച്ച് പറഞ്ഞു. ഉള്ളത് ഇപ്പൊ ഒരു 100 മീറ്ററിനകത്താണ് കടല് ഉള്ളിൽ കളിക്കുന്നത്. ഞങ്ങള് എപ്പോ എന്ത് സംഭവിക്കുന്ന ആർക്കൊന്നും പറയാൻ കഴിയില്ല. കടലിനെ പറ്റി ഞങ്ങളിപ്പോ ദൂരം പോയിട്ട് വാടകയ്ക്കാണ് നിൽക്കുന്നത്. ഞങ്ങളെ വീടെല്ലാം പഴകിയ വീടാണ്. ഈ കടൽ ഭീഷണി കൊണ്ട് തകർന്ന് കാറ്റത്തര പൊളിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ വാടകയ്ക്ക് നിൽക്കുന്നത്. ചെറിയൊരു സ്ഥലം അവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ വീട് കെട്ടുള്ള അഭിപ്രായത്തിനുള്ളത്. ഗവൺമെന്റിന് ഒരു അനുകൂലം ഇതുവരെ കിട്ടിയിട്ട് നമുക്ക്. 2001 മുതൽ ഇവിടെ കടലാക്രമണം രൂക്ഷമാണ്. ടെട്രാപോഡ് സ്ഥാപിക്കലും കല്ലിടലുമെല്ലാം അധികൃത വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. കുവൈറ്റിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള കരട് നിർദ്ദേശം സമർപ്പിച്ചു. നഗരസഭാ അംഗം ഫഹദ് അൽ അബ്ദുൽ ജാദറാണ് ഇത് സംബന്ധിച്ച കരട് നിർദ്ദേശം സമർപ്പിച്ചത്. ആധുനിക വാസ്തുവിദ്യയിൽ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിർമ്മാണവും രൂപകൽപ്പനയുമാണ് കരട് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈറ്റ്, ഫാൻ സംവിധാനങ്ങളും പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണവും ബസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് ഇലക്ട്രോണിക് സ്ക്രീനുകളും ഉൾപ്പെടെ നിരവധി പ്രത്യേകതകൾ നിർദ്ദിഷ്ട കരട് നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്മാർട്ട് സിറ്റികളാക്കി നഗരങ്ങളെ മാറ്റാനും പൊതുഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് പങ്കാളിത്തം വഹിക്കാൻ വഴി തുറക്കുന്നതുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിൽ സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ പുതിയ എക്സിറ്റ് പെർമിറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തി മാനവശേഷി സമിതി അധികൃതർ. എക്സിറ്റ് പെർമിറ്റ് ആരംഭിക്കുന്ന തീയതി മുതൽ പരമാവധി 7 ദിവസത്തിനകം പെർമിറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ അനുമതി ലഭിക്കുന്നതാണ് ഇതിൽ പ്രധാനം. എക്സിറ്റ് പെർമിറ്റിന് അപേക്ഷിക്കുന്നതിന് 2 സേവനങ്ങൾ ആരംഭിച്ചതായി മാനവശേഷി സമിതി അധികൃതർ പ്രഖ്യാപനം നടത്തിയിരുന്നു. സാഹൽ, ബിസിനസ് അല്ലെങ്കിൽ അതോറിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത അഷാൽ എന്നീ ഇലക്ട്രോണിക് പോർട്ടൽ വഴിയാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത്. കൂടാതെ സാഹൽ ആപ്പ് വഴി തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ തൊഴിലുടമയ്ക്ക് എക്സിറ്റ് പെർമിറ്റ് അഭ്യർത്ഥന സമർപ്പിക്കാൻ അനുവദിക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചു. ജൂലൈ 1 മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരിക. സൗദി ടൂറിസം മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഉള്ള ഹോട്ടലുകളിലും അപ്പാർട്ട്മെന്റുകളിലും വിദേശ ഉംറ തീർത്ഥാടകരെ പാർപ്പിക്കാനുള്ള കരാറുകൾ നുസൂഖ് മസാർ പ്ലാറ്റ്ഫോം വഴി ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം ഉംറ സർവീസ് കമ്പനികളോടും സ്ഥാപനങ്ങളോടും വിദേശ ഏജന്റുമാരോടും ആവശ്യപ്പെട്ടു. ഉംറ സീസണിൽ തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടുത്താനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത്. ടൂറിസം മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഉള്ള ഹോട്ടലുകളുമായും ലോഡ്ജുകളുമായും അപ്പാർട്ട്മെന്റുകളുമായും ഡോക്യുമെന്റ് ചെയ്ത കരാർ നിലവിലുണ്ടെങ്കിൽ മാത്രമേ ഉംറ വിസകൾ അനുവദിക്കുകയുള്ളൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ പ്രത്യേക അതിഥിയായി ഹജ്ജ് നിർവഹിക്കാനെത്തിയ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാട്ടിലേക്ക് മടങ്ങി. മദീന സന്ദർശനം പൂർത്തിയാക്കി ജിദ്ദ വിമാനത്താവളം വഴിയാണ് തങ്ങൾ മടങ്ങിയത്. ഇന്ന് വൈകിട്ട് 5-നുള്ള വിമാനത്തിലായിരുന്നു മടക്കം. തങ്ങളെ യാത്രയാക്കാൻ KMCC നേതാക്കളായ അഹമ്മദ് പാളയാട്ട്, അബൂബക്കർ അരിമ്പ്ര, VP മുസ്തഫ, പ്രമുഖ വ്യവസായി റഹീം പട്ടർകടവൻ തുടങ്ങിയവർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഇൻഷുറൻസ് മേഖലയിൽ സ്വദേശീവൽക്കരണം ശക്തമാക്കാനൊരുങ്ങി UAE. 2 മുതൽ 19 പേർ വരെ ജീവനക്കാരുള്ള ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ വർഷത്തിൽ കുറഞ്ഞത് ഒരു സ്വദേശിയെ നിയമിക്കണമെന്നാണ് നിയമം. 20-ൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികൾ പ്രതിവർഷം 30% എന്ന തോതിൽ സ്വദേശീവൽക്കരണം നടപ്പാക്കണം. സ്ഥാപനത്തിന്റെ പ്രധാന പദവികളിൽ നിശ്ചിത ശതമാനം സ്വദേശികൾ വേണമെന്നും നിയമം അനുശാസിക്കുന്നു. 2027-30 കാലയളവിൽ 50 മുതൽ 60% വരെ സ്വദേശീവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത്. മലയാളികളടക്കം നിരവധി പ്രവാസികൾ UAE-യിലെ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് തുടർജീവിതത്തിന് കരുത്തേകുന്ന പദ്ധതിയാണ് മാതാ അമൃതാനന്ദമയി മഠവും അമൃത സർവകലാശാലയും നടപ്പാക്കിയത്. നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി കമ്പ്യൂട്ടർ കോഴ്സും തയ്യൽ പരിശീലനവും പൂർത്തിയാക്കിയവർക്ക് ഇനി ആവശ്യം ഒരു തൊഴിൽ സംരംഭമാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 71ാം ജന്മദിനത്തിലാണ് ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായ വയനാടിനെ കൈപ്പിടിച്ചുയർത്താൻ 15 കോടി രൂപയുടെ പദ്ധതികൾ മാതാ അമൃതാനന്ദമയി മഠം ആവിഷ്കരിച്ചത്. ദുരന്തത്തിലെ അതിജീവിതർക്ക് കൈത്താങ്ങാകുന്ന വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം വയനാട്ടിലെ ദുരന്ത സാധ്യതാ മേഖലകളിൽ ഉണ്ടായേക്കാവുന്ന പ്രകൃതി ദുരന്തത്തിന്റെ വ്യാപ്തി ഭാവിയിൽ കുറയ്ക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾ സ്ഥാപിക്കാനുമാണ് ഈ തുക വിനിയോഗിക്കുന്നത്. ദുരന്തബാധിതരായ ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്ന കർമ്മ പദ്ധതികളും ഇതോടൊപ്പം അമൃതാനന്ദമയി മഠവും അമൃത വിശ്വവിദ്യാപീഠവും ആവിഷ്കരിച്ചു.
ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സ്ത്രീകളെ കണ്ടെത്തി അവർക്ക് തൊഴിൽ അധിഷ്ഠിത നൈപുണ്യ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. ഒപ്പം അമൃതശ്രീയുടെ കീഴിൽ സ്ത്രീ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുകയും വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു. അമൃത സർവകലാശാല സോഷ്യൽ ആൻഡ് ബിഹേവിയർ സയൻസ് ഡീനും അമ്മച്ചി ലാബിന്റെയും സെന്റർ ഫോർ വുമൺ എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഈക്വാലിറ്റിയുടെയും ഡയറക്ടറുമായ ഡോക്ടർ ഭവാനി റാവുവിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ ഓരോന്നും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. Sometime earlier this year, അമ്മ നമ്മൾ കുറച്ച് യൂണിവേഴ്സിറ്റി ആൾക്കാരോട് പറഞ്ഞു ടു പ്ലീസ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പറ്റുന്നിടത്തോളം ഇവിടെ ആവശ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മൈ വർക്ക് ഇസ് പ്രിഡോമിനൻ്റ്ലി ഇൻ വിമൻസ് എംപവർമെൻറ്റ് ആൻഡ് എസ്പെഷ്യലി വിത്ത് ഫോക്കസ് ഓൺ വൊക്കേഷണൽ ട്രെയിനിങ്, സെൽഫ് എംപവർമെൻറ്റ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. അതുകൊണ്ട് ഇവിടെ വന്നു, ഇവിടുത്തെ ആൾക്കാരായിട്ട് കണ്ടുമുട്ടി സംസാരിച്ചു, അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി, സ്ത്രീകളോട് സംസാരിച്ചു, കമ്മ്യൂണിറ്റി ലീഡേഴ്സോട് സംസാരിച്ചു. വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് അമൃത സർവകലാശാല നൽകിയ ലൈഫ് എൻറിച്ച്മെന്റ് എഡ്യൂക്കേഷൻ പാഠപദ്ധതിയിലൂടെ ലഭിച്ച ആത്മവിശ്വാസം കൈമുതലാക്കി ഈ സ്ത്രീകൾ ജീവിത വെല്ലുവിളികളെ നേരിടാനൊരുങ്ങുമ്പോൾ അവർക്ക് താങ്ങും തണലും ഒരുക്കേണ്ടത് സമൂഹമാണ്. ഇനി അതിനായുള്ള കാത്തിരിപ്പിലാണിവർ. അമൃത ന്യൂസ്, വയനാട്. പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ കെവിൻ ഡി ബ്രൂയിൻ ഫ്രീ ട്രാൻസ്ഫറിൽ നാപ്പോളിയിലെത്തി. ഔദ്യോഗികമായി ഇറ്റാലിയൻ ചാമ്പ്യൻസി സൈനിങ് പ്രഖ്യാപിച്ചു. 33 വയസ്സുകാരനായ താരം ഇറ്റാലിയൻ ചാമ്പ്യന്മാരുമായി 2 വർഷത്തെ കരാറിലാണ് ഒപ്പുവെച്ചത്. 3-ാം വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള ഓപ്ഷനുമുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുമായി കരാർ അവസാനിപ്പിച്ച ഡി ബ്രൂയിൻ ഇന്ന് രാവിലെയാണ് കരാർ അന്തിമമാക്കിയത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.